രാവിലെ തന്നെ ഒരു മുട്ടൻ പണിയും വാങ്ങി വെച്ചിട്ടാണ് ഇതായിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ അന്തസ്സായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത്. യൂട്യൂബൊക്കെ തപ്പി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ നടപ്പിലായില്ല. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ എൻ്റെ വിഷമം കണ്ട ഭാര്യ എന്നോട് പറഞ്ഞു, വാ നമുക്ക് ഇതളിൻ്റെ അമൃതം പൊടി വാങ്ങാൻ പോകും, അതൊരു കണ്ടന്റ് ആക്കാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. സാധാരണ ക്യാമറ കാണുമ്പോൾ ഓടി വരുന്ന ഇതൾ കുട്ടി ഒരു മൈൻഡും ചെയ്യാതെ ഇങ്ങനെ പിണങ്ങിക്കിടപ്പുണ്ട്. എന്തിനാണെന്ന് ഒരു പിടിയുമില്ല. അധികം നിർബന്ധിക്കാൻ പാടില്ല, കാരണം പിന്നെ വാശിയായി അടിയായി വഴക്കായി എന്തിനാണ് വെറുതെ. വീട് നഴ്സറിയും തമ്മിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. നടന്നു പോകാനുള്ള മടി കാരണം വണ്ടിയിലാണ് പോവാറ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നാട്ടിലുള്ളപ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള മടികൾ ഉണ്ടാവാറുള്ളൂ. ഇല്ലെങ്കിൽ അന്തസ്സായി നടന്നു പോയി വാങ്ങുന്ന കുട്ടിയാണ്. ഫൈനലി ഡെസ്റ്റിനേഷൻ റീച്ച് ആയി കഴിഞ്ഞു. അപ്പോൾ അവിടെ പോയി ഒപ്പിട്ട് വാങ്ങുക. ശനി പറയാണ്, വെറുതെ പോയി ഒപ്പിട്ട് വാങ്ങിയാൽ മാത്രം പോരാ, ഫേസ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന്. എന്താല്ലേ, വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് സാധനം കയ്യിൽ കിട്ടിയിട്ടും ഇതളിന് വരാൻ ഒരു മടി. കാരണം വേറെ ഒന്നും കണ്ടല്ല, അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വണ്ടിയിലൊക്കെ കയറി 2 റൗട്ട് കറങ്ങണം. എന്നാൽ മാത്രമേ ഇതളിനൊരു സന്തോഷമുള്ളൂ. അങ്ങനെ നമ്മുടെ മെറിൻ കുട്ടി ഇതളിനെ വെച്ച് വണ്ടിയൊക്കെ തള്ളി കൊടുക്കുകയാണ്. അപ്പം രണ്ടുപേരും കൂടെ നല്ല കമ്പനിയാണ് കേട്ടോ. നമ്മുടെ ഷൈൻ ചേട്ടൻ്റെ മോളാണ്. പണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന നഴ്സറിയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. അവിടെ ഒരു കുതിര വണ്ടിയുണ്ട്, അത് മാത്രമുണ്ട്. അത് മാത്രം കളിക്കാൻ വേണ്ടി എല്ലാവരും ക്യൂ ആയിരുന്നു. അതൊക്കെ തിരിച്ചു കിട്ടാത്ത ഒരു കാലമല്ലേ. തിരിച്ചു വരാൻ കൂട്ടാകാതെ നിന്ന ഇതളിനെ എന്തൊക്കെയോ പറഞ്ഞ് മയപ്പെടുത്തി കൊണ്ടുവരുന്ന ശനിയാണ് ഈ കാണുന്നത്. പാവം. കാറിനെ ലക്ഷ്യമാക്കി നടന്ന ഞങ്ങൾക്ക് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അടുത്ത പണി കിട്ടി. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്. ഇപ്പോൾ ഇതാ മെക്കാനിക്കുമായി. പാവം എൻ്റെ ഭാര്യ. ബാറ്ററിയുടെ വയറിൻ്റെ എന്തോ പ്രോബ്ലമാണ്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശരിയാകും. പക്ഷേ ഇത് ഇടയ്ക്കിങ്ങനെ ഓഫാകുമ്പോൾ ചെറിയ പണി കിട്ടാറുണ്ട്. സ്വന്തമായി വെള്ളം പോലും ചൂടാക്കാൻ അറിയാതിരുന്ന കുട്ടിയാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നിൽ നിന്ന് പഠിക്കുന്നത്. വെൽഡൻ മൈ ഗേൾ, വെൽഡൻ. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നുന്നു. എഴുന്നേറ്റ് നിന്നാലോ? വേണ്ട, വണ്ടി താഴോട്ട് പോകും. അങ്ങനെ സ്റ്റാർട്ടാക്കി പോകുന്ന വഴിക്ക് നൊങ്ക് കണ്ടപ്പോൾ അവിടെ ഒന്ന് ചവിട്ടി. എൻ്റെ പൊന്നു കർത്താവേ, ഓഫിൻ ചെയ്തു. നന്നായി. അങ്ങനെ 2ാമത്തെ പ്രാവശ്യവും വഴിയിലായി. എന്നാലും എൻ്റെ ശനിയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം? വെൽഡൻ മൈ ഗേൾ, എഗെയിൻ നീ എന്നെ രക്ഷിച്ചു. രാവിലെ വീഡിയോ ഡിലീറ്റ് ആയതിൻ്റെ എല്ലാ വിഷമവും തീർന്നില്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങ് മാറി കിട്ടി. എന്തായാലും വണ്ടി ശരിയാക്കണം എന്ന തീരുമാനത്തിലെത്തി. ഫൈനലി വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തിയ സമയം ഇതളിനെയും കാത്ത് ഇതളിൻ്റെ കുട്ടിപ്പട്ടാളം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.